നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് മാറുമെന്ന് പ്രവചിച്ച ജ്യോത്സ്യൻ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സ്ഥാനം നഷ്ടമായി. വിജയ് മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ നിയമനങ്ങളിലൊന്ന് ജ്യോത്സ്യനായ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിക്കുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ചു രംഗത്ത് വന്നതോടെയാണ് വിജയ് തീരുമാനം പിൻവലിച്ചത്. സർക്കാരിലും ഭരണത്തിലും ജ്യോതിഷത്തിന് പ്രാധാന്യം നൽകുന്നത് ശാസ്ത്രീയ ചിന്താഗതിക്കും യുക്തിക്കും വിരുദ്ധമാണെന്നായിരുന്നു ഉയർന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന്. യുവാക്കൾക്ക് തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. DMDKയുടെ നേതാവ് പ്രേമലത വിജയകാന്താണ് പരസ്യ വിമർശനവുമായി വാർത്തകളിൽ നിറഞ്ഞത്. ഈ നിയമനത്തിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അദ്ദേഹം നിങ്ങളുടെ ജ്യോതിഷിയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിലനിർത്തുക, പ്രേമലത വിജയകാന്ത് പറഞ്ഞു. DMK സഖ്യകക്ഷികളായ MGK, KMDK എന്നീ പാർട്ടികളും ഈ നിയമനത്തെ എതിർത്തിരുന്നു. TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്ന VCK, CPM, CPI തുടങ്ങിയ പാർട്ടികളും എതിർപ്പുമായി രംഗത്തെത്തി. ഇതോടെയാണ് വിജയ്ക്ക് മനംമാറ്റം വന്നത്. അന്ധവിശ്വാസങ്ങളിലല്ല, മറിച്ച് ശാസ്ത്രീയവും യുക്തിസഹവുമായ ചിന്തകളിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് VCK MLA വാണി അരശ് പ്രതികരിച്ചു. പൊതുജനങ്ങളുടെ ചെലവിൽ ഒരു ജ്യോത്സ്യനെ ഔദ്യോഗിക സർക്കാർ പദവിയിൽ നിയമിക്കുന്നത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂവെന്നും CPM സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖവും CPI സംസ്ഥാന സെക്രട്ടറി M വീരപാണ്ഡ്യയും വ്യക്തമാക്കി. ഇതോടെയാണ് വിജയ് തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്കും TVKയ്ക്കും മികച്ച വിജയമുണ്ടാകുമെന്നാണ് രാധൻ പണ്ഡിറ്റ് പ്രവചിച്ചത്. സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജയ് ഗവർണറെ കാണാൻ പോയപ്പോഴും ഇദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. TVK വക്താക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം ഇദ്ദേഹം കൂടി ഉണ്ടാവാറുണ്ടായിരുന്നു. ജ്യോതിഷവും രാഷ്ട്രീയവും ഇടകലർത്തിയുള്ള രാധൻ പണ്ഡിറ്റിൻ്റെ പ്രസ്താവനകൾ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധയും നേടിയിരുന്നു. എന്തായാലും വിശ്വാസത്തിൻ്റെ മേൽ അവിശ്വാസമാണ് തമിഴ്നാട്ടിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്.